ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു പ്രത്യേക മതത്തെ പറയാൻ നമ്മുടെ നാട്ടിലെ ഇടതിനും വലതിനും വല്ലാത്ത ഭയമാണ്. ഇപ്പോൾ ശ്രീരാമ നവമി വരുന്ന സമയത്ത് ശ്രീരാമനെ കളിയാക്കാനോ പരിഹസിക്കാനോ ഒന്നും ആർക്കും പ്രയാസമില്ല. അതുപോലെ വിഷു, ഓണം, അതല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, മഹാബലി, അതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് കൃത്യമായ രൂപത്തിൽ അവരുടെ ആശയങ്ങൾ നമ്മുടെ നാട്ടിലെ മതവിമർശന സ്വാതന്ത്ര്യം അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിനെ, നമുക്ക് ശരിയെന്ന് തോന്നുന്നതിനെ പറയാനും ഫോളോ ചെയ്യാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ശരിക്കത് പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഇഫ്താർ വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു നബിദിനം വരുമ്പോൾ നബിയെ നിന്ദിച്ചവരെന്തെങ്കിലും ചെയ്യാറുണ്ടോ? ചിലരില്ല, അതായത് ചെയ്യലില്ല. കാരണം ചിലരുടെ ഉത്സവങ്ങൾക്ക് മാത്രം വല്ലാത്ത കൊമ്പും തുമ്പിക്കൈയുമുണ്ട്. ഇപ്പോൾ ഇഫ്താറിൽ, നബിദിനത്തിന്, ബലി പെരുന്നാളിന് ഇവരൊരു പന്നിയെ അറുത്ത് പ്രതിഷേധിക്കുക ബുദ്ധിമുട്ടായിരിക്കും. തലയ്ക്കകത്ത് ആളുതാമസമുള്ള ചിന്താശേഷിയുള്ള ഒരു ജനവിഭാഗത്തെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൊള്ളുന്നവർക്കാണെങ്കിൽ അത് പറ്റും. എങ്ങനെ വേണമെങ്കിലും മാറ്റിയും മറിച്ചും ഒക്കെ അഭിപ്രായം പറയാം. പക്ഷേ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഹിജാബായിരുന്നാലും മതമൗലികവാദ വിഷയങ്ങളായിരുന്നാലും, അതല്ല ഇനിയിപ്പോൾ പൊതുനിരത്തിൽ നിന്നിട്ട് മുസല്ലയിട്ട് നമസ്കരിക്കുക, ബാങ്ക് വിളിക്കുക, ഏതേത് വിഷയങ്ങളായിരുന്നാലും ശരി, അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് ചില വിഷയങ്ങളെ സംബന്ധിച്ച്. ഹിജാബ്, അതായത് തലയിലിരുന്ന സ്കാർഫ് ബാൻ ചെയ്യും. ഒരു കാരണവശാലും ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം അത് മോഡേൺ വെസ്റ്റേൺ കൺട്രിയാണ്. അതിൽ നിന്നും മാറാൻ തയ്യാറില്ല. ഈ പറയുന്ന ഹിജാബ് ആണെങ്കിലും ഈ ഹലാൽ ലോകത്തിലും ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറ്റിയെടുത്തപ്പോൾ എന്താ ഉണ്ടായത്? സാധാരണക്കാരനായി ജീവിക്കുന്ന മുസ്ലിം പേരുള്ളവർക്ക് എങ്ങോട്ടെങ്കിലും പോകുക എന്നുള്ളത് വല്ലാത്ത മതം ഇടം കലർത്തി ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. ഫ്രാൻസിന്റെ തെരഞ്ഞെടുപ്പിൽ ഹിജാബും ഹലാലും വിഷയമാവുകയാണ്. ലോകത്താകമാനം ഇസ്ലാം ഫണ്ടമെന്റലിസ്റ്റുകൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിരോധം മുന്നോട്ട് വരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആഗോള മുസ്ലിം ഫണ്ടമെന്റലിസത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ കൂടെ ഉള്ളത് നാരദ ന്യൂസിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള മാത്യു സാമനുണ്ട്. സർ, ഇത് ഇക്കാര്യത്തില് എല്ലാ രാജ്യങ്ങളും ഇത്തരത്തില് ഈ മുസ്ലിം ഫണ്ടമെന്റലിസത്തിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില അവരുടെ ആചാരങ്ങൾക്കെതിരെ ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഇതൊരു മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ ഇവരായിട്ട് ഉണ്ടാക്കി വെച്ചൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്? ഇപ്പൊ ഇതിനകത്ത് ഏത് രീതിയിലുള്ള വ്യാഖ്യാനം കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇത് അവരായിട്ട് ഉണ്ടാക്കിയതാണ്. അത് മറ്റുള്ള രീതിയിലുള്ള സംഭവങ്ങളുടെ തുടർഭാഗമായിട്ട് മുന്നോട്ട് പോയതാണ്. ഇത് രണ്ട് നമ്മൾ നോക്കി കാണുമ്പോഴത്. പക്ഷെ ഈ പറയുന്ന ഫ്രാൻസ് ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകം ശ്രദ്ധിക്കുന്ന ഇലക്ഷനാണ് ഈ ഫ്രാൻസ്. അതായത് ലോകത്തിലൊരു പവർഫുൾ രാജ്യം, ജനാധിപത്യ രാജ്യം, അതിനേക്കാളുപരി ഏകദേശം 8% മുസ്ലിങ്ങൾ, അതായത് 60 മില്യൺ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യം. അതിനേക്കാളുപരി നാറ്റോ, അവരുടെ സഖ്യകക്ഷി അമേരിക്ക കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം രണ്ടും. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ, അതായത് ഈ പറയുന്ന ഇമാനുവൽ മാക്രോൺ മത്സരിക്കുന്നു, അദ്ദേഹത്തിന് എതിരായിട്ട് മത്സരിക്കുന്നത് മരിയ ലീപ്പൻ. ഈ മരിയ ലീപ്പൻ എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ പിതാവ് നേരത്തെ നാഷണൽ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു. മനസ്സിലാക്കുക, മരിയ ലീപ്പൻ എന്ന് പറയുന്ന അവരാണ് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് അവര് ജനങ്ങളോട് പറയുന്ന സംഭവം ഉണ്ട്. 2 കാര്യം പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. ആലോചിക്കുക, അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. ലോകം ഇത് എങ്ങോട്ട് മാറിക്കൊണ്ട് പോകുന്നു. അതായത് വലതുപക്ഷ ഹാർഡ് റൈറ്റ് വിങ്ങിന്റെ പാർട്ടിയുടെ നേതാവാണ് ഈ പറയുന്ന മരിയ ലീപ്പൻ. ഈ പറയുന്ന മാക്രോൺ എന്ന് പറയുന്നത് ലിബറൽ സെൻട്രിസ്റ്റ് ഗ്രൂപ്പാണ്. ലിബറൽ സെൻട്രിസ്റ്റ് ഗ്രൂപ്പാണ്. അപ്പം എന്താണ് ഈ പറയുന്ന മരിയ ലീപ്പൻ പറയുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. അവര് പറയുന്നത് ഹിജാബ്, അതായത് തലയിലിടുന്ന സ്കാർഫ് ബാൻ ചെയ്യും. മനസ്സിലായി? തലയിലിടുന്ന സ്കാർഫ്, അതായത് വെറുതെ തലയിടുന്ന തുണിയില്ലേ, അത് ബാൻ ചെയ്യും. രണ്ടാമത് പറയുന്നത് ഹലാൽ എന്ന് പറഞ്ഞ ടാഗ് തന്നെ ഫ്രാൻസിൽ കാണത്തില്ല. വേറൊരു വിഷയമില്ല. സാധാരണ ഇത്രയും രാജ്യങ്ങളിൽ നടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള റിലേഷന്, അവരുടെ സാമ്പത്തിക ജനങ്ങളുടെ ജീവിതം എന്തൊക്കെയാണ് അതൊന്നും സംസാരിക്കുന്നത്. 2 കാര്യം പറയുന്നുള്ളൂ. ഈ പറയുന്ന തലയിലുള്ള സ്കാർഫ് ബ്ലാങ്കറ്റ് ബാൻ ഉണ്ടാവും.
അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഹലാലിന്റെ ടാഗ് മാറ്റും. അപ്പൊ ഇവരുടെ ഒരു പബ്ലിക് റാലിയില് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അപ്പൊ ഒരു മുസ്ലിം സ്ത്രീ ഇവരോട് ചോദിച്ചു, ഞങ്ങൾ ഈ തലയിൽ സ്കാർഫ് ഇടുന്നത് നിങ്ങൾക്ക് എന്താണ് സംഭവമാണ്, ഇതൊക്കെ അവിടുത്തെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവര് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ ഇഷ്യൂ അല്ല, പക്ഷെ ഇസ്ലാമിസം ഐഡിയോളജി കൊണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ്. അത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം ഞങ്ങളുടെ രാജ്യം ഇതുമായി ബന്ധപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിച്ചു. അതിന് ഇത്ര എക്സാമ്പിൾ എക്സാമ്പിൾ പറയാം. കാരണം ഒരു കാരണവശാലും ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം അത് മോഡേൺ വെസ്റ്റേൺ കൺട്രിയാണ്. അതിൽ നിന്ന് മാറാൻ തയ്യാറല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന സ്കാഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇസ്ലാം വിശ്വാസത്തിന്റെ പാർട്ടല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ ഇത് ഇസ്ലാമിസം ഐഡിയോളജിയുടെ പാർട്ടാണ്, അതുകൊണ്ട് പറ്റില്ല. ഇതാണ് ഇത് പറയുന്നത്. മനസ്സിലാക്കുക, ഈ പറയുന്ന ഇമാനുവൽ മാക്രോൺ എന്ന സമയത്താണ് ഈ പറയുന്ന ഷൊബേ എന്ന് പറയുന്ന കാർട്ടൂൺ വരികയും പ്രശ്നങ്ങൾ നോക്കുക എവിടുന്ന് എവിടെ പോയി. അതായത് മനസ്സിലാക്കുക സഹർഷേ, ഈ ഫ്രാൻസിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവനുള്ള, പക്ഷെ അവർ നിരീശ്വരവാദികൾ, ഏറ്റവും കൂടുതൽ അതായത് സാക്ഷാൽ ക്രൈസ്റ്റിനെ കുറിച്ചുള്ള ഹോമോസെക്ഷൽ സിനിമകൾ വന്നിട്ടുണ്ട്, എത്രയോ കാർട്ടൂണുകൾ വന്നിട്ടുണ്ട്. അവരത് ഒരു കൂട്ടരാണ്. കാരണം അവര് പറയുന്നത് അവർ വല്ലാത്ത ലിബറൽ ഗ്രൂപ്പാണ്, ഇതിനെ പറ്റി മതങ്ങളെ പറ്റി ചിന്തിക്കുന്ന സംഭവമല്ല. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. അതാണ് ഫ്രഞ്ച് കൾച്ചർ എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഫ്രഞ്ച് കൾച്ചർ ഫ്രാൻസിൽ മാത്രമേ. അപ്പൊ അതൊരു കൾച്ചറാണ്, നമ്മുടെ ആർട്ട്. ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫ്രാൻസിൽ ഹിജാബ് നിരോധിക്കുകയും ഹലാൽ നിരോധിക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു വിഷയം ചർച്ചയായതായിട്ടെങ്കിലും നമ്മൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല. ഇനി നമുക്കറിയാം, പോളണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അഭയാർത്ഥികളെ ബാൻ ചെയ്ത ഒരു രാജ്യമാണ്. അന്ന് UN ഉൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും പോളണ്ടിനെ ഒറ്റപ്പെടുത്തി. അപ്പോഴും പോളണ്ട് താങ്കളെടുത്ത തീരുമാനം ശരിയാണ് എന്നതിൽ ഉറച്ചു നിന്നു. ആരുടെയും പ്രീണനം ആവശ്യമില്ല, ആരുടെയും പിന്തുണയും ആവശ്യമില്ല. ലോക ജനങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മതവും വിശ്വാസവുമാണിത് എന്ന് അവരു മനസ്സിലാക്കിയതിൻ്റെ പിന്തുടർച്ചയാണ് ഇന്ത്യയിൽ മതേതര രാജ്യമായതുകൊണ്ട് ഇവിടെ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന ആശയവും അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇന്ന് മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ഒരു വിഭാഗം ആളുകളുടെ മനസ്സിൽ ഭയം ഉണ്ടാകാൻ എന്താണ് കാരണം? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഭയക്കുന്നു മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ. ഇവിടെ വിദ്യാഭ്യാസ വിവരവും രണ്ടാണ്. ഈ മതവിഭാഗങ്ങളെ അഭയം കൊടുത്തു, അവർ സഹായിച്ചു, ആശ്രയിച്ചു, സംരക്ഷണം നൽകി. ഒറ്റപ്പെട്ടപ്പോൾ താങ്ങായി തണലായി കൂടെ നിന്നു. ഒടുവിൽ ഇവർക്ക് അഭയം നൽകിയവരെ ഇവർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ആ നാട്ടിൽ ഇവർ അവരെ പുറത്താക്കിയ മതത്തെ തിരിച്ചു കൊണ്ടുവരാനും ശ്രമിക്കുന്നു. മതം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം ഇവരതുവരേക്കും ആ മതം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് അതിനുവേണ്ടി ഇവർ ചക്രശ്വാസം വലിച്ച് പ്രകടനങ്ങൾ നടത്തി, പ്രതിഷേധങ്ങൾ നടത്തി. അതിനുവേണ്ടി ഇതെല്ലാം ചെയ്ത് ആ മതം രാജ്യത്ത് അധികാരത്തിലെത്തുമ്പോൾ അവിടെ നിൽക്കക്കള്ളിയില്ലാതെ ഓടി ഒളിച്ച ആളുകളാണ് ഇവരൊക്കെ. അങ്ങനെ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന പുരോഗമന രാജ്യങ്ങളിൽ ഇവർ അഭയാർത്ഥികളായി ചെന്ന് കയറി. പക്ഷെ ചെന്ന് കയറിയതോടൊപ്പം തന്നെ ഇവരുടെ തലയിൽ ഈ മതവും കൂടി ഉണ്ടായിരുന്നു. ആ പ്രാചീന കാടൻ നിയമങ്ങളും കൂടിയാണ് ഇവർ, അതും കൂടിയാണ് കൊണ്ടുപോയത്. അങ്ങനെ രാജ്യത്തിന് തന്നെ അവർ വാളും ബോംബും എടുത്ത രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ ശ്രമിച്ചു. ഇപ്പോ ഫ്രാൻസ് തന്നെ പറയുന്നത്, നായയ്ക്ക് പോലും ഭക്ഷണവും വെള്ളവും കൊടുത്ത് അവർക്ക് ഇവിടെ ഒരു അഭയം കൊടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി നമ്മളോടൊരു സ്നേഹവും പരിഗണനയും ഉണ്ടാകും. അത്ര പോലും വകതിരിവില്ലാത്തവരെയാണ് ഞങ്ങൾ സംരക്ഷിച്ചതെന്നാണ് പറയുന്നത്. ആദ്യം അഭയാർത്ഥികളായി വന്ന സമയത്ത് താൽക്കാലികമായി ഇവരെ താമസിപ്പിച്ചത് ക്രിസ്ത്യൻ ചർച്ചിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പാരിഷ് ഹാളിലാണ്. അവരവിടെ താമസിക്കാൻ തയ്യാറായില്ല. അവരവിടെ പറ്റില്ല എന്ന് തറപ്പിച്ച് ആലോചിക്കണം, ജീവനും കൊണ്ട് ഓടുക. കാരണം ആ ഹാളിന്റെ ഭിത്തിയിൽ ജീസസിന്റെ വലിയൊരു പെയിന്റിംഗ് ഉണ്ടായിരുന്നു, അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അതല്ലാതെ അവിടെ ഞങ്ങൾ താമസിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവർ വാശി പിടിച്ചു. നല്ലവരായ അവിടെയുള്ള ക്രിസ്ത്യാനികൾ ഒരു തുണി കൊണ്ട് ആ പെയിന്റിംഗ് അങ്ങ് മായിച്ചു, മറച്ചു പിടിച്ചു. എന്നിട്ട് അവിടെ 4 നേരവും ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് എല്ലാവിധ സഹായങ്ങളും നൽകി. അത് കഴിഞ്ഞപ്പോൾ അവർ ആ ജീസസിന്റെ ചിത്രം വായിച്ചിട്ട് അവിടെ അല്ലാഹു അക്ബർ എഴുതി വെച്ചു.
എവിടെ പോയാലും അവിടം കുട്ടിച്ചോറാക്കുക, അവിടുത്തെ സമാധാനം നശിപ്പിക്കുക എന്നത് ഈ ജന്മങ്ങൾ എല്ലാ രാജ്യത്തും ഫോളോ ചെയ്ത് തെളിയിച്ചതാണ്. ഇവരംഗീകരിക്കാത്ത ക്രിസ്ത്യൻ വിശ്വാസമുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ എന്തിനാണ് ഇവർ ഇത്രയും ആവേശം കാണിക്കുന്നത്? തന്നെയുമല്ല, അങ്ങോട്ട് ചെന്നിട്ട് സ്വന്തം വിശ്വാസം സംരക്ഷിക്കാനല്ലേ ശ്രമിക്കുന്നത്? അതിന്റെ പേരിലല്ലേ ഇന്ന് സ്വീഡനിൽ നിന്ന് കത്തുന്നത് ഖുർആൻ അടക്കം. ക്രിസ്തീയ രാജ്യങ്ങൾ സ്വന്തം വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ രാജ്യത്ത് ബുദ്ധിമുട്ടുന്നു. പർദ്ദ നിങ്ങൾ വീട്ടിനകത്തിട്ടോ, ഹിജാബ് നിങ്ങൾ വീട്ടിനകത്തിട്ടോ, ഹലാൽ നിങ്ങൾ വീട്ടിനകത്തിട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവർക്ക് നിലനിൽപ്പല്ല പ്രശ്നം, ഭക്ഷണമല്ല, അവരുടെ ജീവനല്ല, അവിടെയും അവർക്ക് മതമാണ് പ്രശ്നം. അവരെ കൊണ്ട് താമസിപ്പിക്കാൻ പോയ റെഫ്യൂജി ടെന്റിന്റെ കാര്യമായി പറഞ്ഞത്. ആ ക്യാമ്പിനകത്തുണ്ടായിരുന്ന ആ പള്ളിയിൽ അവിടെ ഉണ്ടായിരുന്ന യേശുവിന്റെ ചിത്രമായിരുന്നു അന്നും ഇവർക്ക് പ്രശ്നം. ഇസ്ലാം എന്ന മതം മറ്റു മതങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ഒക്കെ തികച്ചും വ്യത്യാസമുണ്ട്. അവരുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമുള്ളതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വിഫല ശ്രമമാണിത്. മറ്റു മതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില വസ്ത്രം, ചില വേഷവിധാനം, ചില വിശ്വാസങ്ങൾ പുരോഹിത വിഭാഗം വിശ്വാസികളിൽ അടിച്ചേൽപ്പിച്ചു കൊടുത്തതാണ്. ഇസ്ലാം മത വിശ്വാസികളെ വേർതിരിച്ചറിയാൻ വേണ്ടി അവർ ചെയ്തത് മറ്റ് സംസ്കാരങ്ങളെ വെറുപ്പിക്കുന്ന തലത്തിലേക്ക് സ്വയം വളർന്നു. വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്ന ലക്ഷണത്തിലേക്ക് ലോകത്തെവിടെയും ഇവർ വളർന്നു വന്നു. മറ്റുള്ളവർക്കത് മനസ്സിലായി. ഒടുവിൽ ഇസ്ലാം മതം തന്നെ ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ തിരിച്ചറിയൽ നഷ്ടപ്പെട്ട് അവർ തന്നെ തകർന്നടിഞ്ഞു. ഇസ്ലാമിക രാജ്യത്തിന് തന്നെ വലിയ ഉദാഹരണമാണ്. ഇന്ത്യ ഇവരെ ആരെയും വിളിച്ച് കയറ്റാത്തത്, അഭയം കൊടുക്കാത്തത്. പലസ്തീനികൾക്ക് അഭയം കൊടുക്കാൻ പാടില്ലായിരുന്നു. ഈജിപ്റ്റ് ആദ്യം റാഫ അതിർത്തി അടയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ ഫ്രാൻസ് ഇവരോട് കാണിച്ച മനുഷ്യത്വത്തിന്റെ ഫലമായി ഫ്രാൻസ് ശരിക്കും അനുഭവിച്ചു. ഇസ്ലാമിക രാജ്യങ്ങളിൽ കുറച്ച് ആളുകളെ ഉള്ളു മതഭ്രാന്തന്മാർ, അല്ലെങ്കിൽ ജിഹാദികൾ, ശരിയാണ്. പക്ഷേ ബാക്കിയുള്ള വലിയ വിഭാഗം ഇവരെ എതിർക്കുന്നില്ല, നിശബ്ദമായിട്ട് ഇവരെ പിന്തുണയ്ക്കുന്നു. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാനും അവർ വളർന്നു വലുതാകാനും കാരണം. അവർ ഒരുപക്ഷെ ഇവരെ എതിർത്തിരുന്നെങ്കിൽ ജിഹാദികൾ പണ്ടേ തന്നെ ഈ നിലപാട് നിർത്തുമായിരുന്നു. അവരിപ്പോൾ പ്രബലരായി, അവരെ നിശബ്ദമായിട്ട് അവരുടെ തന്നെ ആളുകൾ വളർത്തിക്കൊണ്ടുവന്നു, എതിർക്കാതെ. ഫ്രാൻസ് വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചപ്പോൾ ഫ്രാൻസിനും പണി കിട്ടി. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഹിജാബും ഹലാലും ഒക്കെ എത്ര പണ്ടേ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ വലിച്ചെറിയാൻ കാരണം മുസ്ലിങ്ങൾ തന്നെയാണ്. എന്നിട്ട് ഇവര് മറ്റു രാജ്യങ്ങളിലൊക്കെ ചെന്ന് പറയാണ് ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത്. എവിടെയാ ചെന്ന് പറയുന്നത്? ചില സോക്കോൾഡ് ഡെമോക്രാറ്റിക് കൺട്രീസിൽ. ഇപ്പൊ അവരും ശരിക്കും പഠിച്ചു ഇവരെന്താണ് ആശയം പ്രതിനിധാനം ചെയ്യുന്നത്. സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്ന സ്വീഡൻ ഇപ്പോൾ ഇവരെ കലാപം തുടങ്ങി. ഇത്രയൊക്കെ ആയിട്ടും ഇവരും പഠിക്കുന്നില്ല, ഇവരെ വലിച്ചു കയറ്റുന്നവരും പഠിക്കുന്നില്ല. അഭയാർത്ഥികളായി ഒറ്റ മമ്മദോളിയെയും ഈ രാജ്യത്തേക്ക് കയറ്റില്ല എന്ന് പോളണ്ട് എടുത്തതുപോലെ ശക്തിയുക്തം ഒരു തീരുമാനമെടുത്താൽ പിന്നീട് ഇവരൊന്ന് ഒതുങ്ങും. തീവ്രവാദ ആശയത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് ആലോചിക്കണം. ഖുർആനാണ്. മറ്റുള്ള ഇതര മതവിഭാഗങ്ങളെ കാഫിർ എന്ന് നാമകരണം ചെയ്യുകയും അവരെ വെറുക്കാനും കൊല്ലാനും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥം ലോകത്തിന്റെ സമാധാനം ഇല്ലാതാക്കുന്നു. ലോകത്തെല്ലായിടത്തും ഇസ്ലാം ഉണ്ടാകണം, എന്നാലേ അസമാധാനവും അരാജകത്വവും എന്താണ് എന്ന് ജനങ്ങൾ പഠിക്കൂ. ജനങ്ങൾ, കാരണം നമ്മളെ പ്രതിരോധിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊന്ന് പഠിക്കാനുണ്ട് കുറച്ചുകൂടി. ഫ്രഞ്ചുകാരന്മാർ മണ്ടന്മാരല്ല. ഇത് മാക്രോണിന്റെ വിജയമാണ്. ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അവിടെയുള്ള ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും കൊച്ചു കേരളമാണിപ്പോൾ തീവ്ര വിശ്വാസികളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, യൂണിവേഴ്സിറ്റി, നഴ്സറി. സ്വന്തം ഇരിപ്പിടത്തിൽ മാത്രം അവർ ബോംബ് വയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. ലവ് ജിഹാദികൾ പെൺകുട്ടികളെ വലയിലാക്കി മറ്റൊരു രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഭീഷണിക്ക് വഴക്കി, അതുപോലെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തി, അങ്ങനെ പല രൂപത്തിലും അവർ കേരളത്തിൽ ഒരു ഇരിപ്പിടം തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ മതപുരോഹിതർ അണികളോട് പറയുന്നത്, അതെ, നമ്മളിനി മടങ്ങി മുതുങ്ങി ഒന്നും വേണ്ട, നമുക്ക് സമയമായിട്ടുണ്ട്, നമ്മൾ ഈ കേരളത്തിൽ ഭൂരിപക്ഷമായിട്ടുണ്ട്. ആശയം നൽകുന്നത് വളരെ വലിയ ചില ആശയങ്ങളാണ്. ഫ്രാൻസിലെ അച്ചായിമാർക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല, അവര് മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല രൂപത്തിൽ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്, ലോകത്ത് നടക്കുന്നത്,
എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ, ഏത് രൂപത്തിലാണ് ഇവരെ തളയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. യൂറോപ്പിലെ മുസ്ലിങ്ങൾ കയറിയതാണ് അവർക്ക് തന്നെ നാശമായത്. അവരുടെ ഇഷ്ടത്തിന് യൂറോപ്യൻസ് നിൽക്കേണ്ടുന്ന ഗതികേട് അവർക്കുണ്ടായി. ലണ്ടനിലെ ചില മുസ്ലിം ഏരിയയിൽ അവർ വിളിച്ചു പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന്. ചില ചർച്ചുകളുടെ ചുമരുകളിൽ അവർ അല്ലാഹു അക്ബർ എന്ന് എഴുതി വെച്ചു. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് മനസ്സിലായി, വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് നമ്മൾ വേണ്ടാത്തടത്ത് വെച്ചപ്പോൾ കിട്ടിയ പണിയാണിതെന്ന്. നന്ദി.